Hi, hello, welcome to IS Factor. This is Restart 60 Days. ആൻഡ് ഇന്ന് നമ്മൾ 12ാമത്തെ ദിവസം പ്രധാനപ്പെട്ട ജോഗ്രഫിയാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ ജോഗ്രഫിയിൽ ലാസ്റ്റ് സെഷനിൽ നമ്മൾ നിർത്തിയെടുത്തുന്ന വീൽ ആക്ച്വലി ഗോ ഫോർ എ സ്റ്റാർട്ട്. സോ ഇഫ് യു ക്യാൻ റീക്യാപ്പ് ആൻഡ് ഗോ ബാക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ജോഗ്രഫിയിൽ നമ്മൾ കുറേ കോൺസെപ്റ്റ്സ് വി ഹാഡ് ഡിസ്കസ്ഡ്, എസ്പെഷ്യലി ദി ജോഗ്രഫിയുടെ ഒരു ബേസിക് നേച്ചർ വെച്ചിട്ട് വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ബേസിക് ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി, എർത്തിൻ്റെ ഇൻറ്റീരിയർ, ബാക്കിയുള്ള ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഓൾ ദ ബേസിക്സ് ഹാവ് ബീൻ കവേർഡ് ഇൻ ദാറ്റ്. സോ ഇന്ന് നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റിലേക്ക് നമുക്ക് കടക്കാം. സോ വിൽ ഗോ ഓൺ ടു ദി അതർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആൻഡ് ബിഫോർ ദാറ്റ് ലെറ്റ് സീ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഇന്ന് അറിയേണ്ടത് എർത്തിൻ്റെ ഇൻറ്റീരിയറും മിനറൽസും റോക്സും അതിൻ്റെ മേജർ ഒരു ഏരിയയിലേക്ക് കടക്കാം, എസ്പെഷ്യലി ഇൻറ്റീരിയർ ഓഫ് എർത്ത് ക്വേക്സ്, ഒറിജിൻ. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു അവർ ടെലിഗ്രാം ചാനൽ ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു IS Factors ചാനൽ. ഇതിൻ്റെ മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് IS Factorൻ്റെ ആപ്പിൽ കാണാൻ പറ്റും. സോ ഹിയർ വി ഗോ ടു ജോഗ്രഫി ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ്. നമുക്ക് എന്താ പഠിക്കേണ്ടത് നോക്കാം ഇന്നത്തെ സെഷനിൽ. ലെറ്റ് മീ ഓൾസോ റിമൈൻഡ് യു ദാറ്റ് ബിഫോർ യു വാച്ച് ദിസ് സെഷൻ, ഇത് ഒരു റിവിഷൻ സീരീസ് ആണ്. സോ ഒബ്വിയസ്ലി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവണം എന്നില്ല. ദിസ് സെഷൻ ഇസ് ഫോർ ദോസ് പീപ്പിൾ ഹൂ ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് ജോഗ്രഫി, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്ന വാക്ക് വിട്ടേക്ക് ഒരു റൗണ്ടെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഇത് ഓക്കെയാണ്. പക്ഷേ ഐ മേക്ക് ഷുവർ ഞാൻ വളരെ ബേസിക് ആയിട്ട് തന്നെ ഒന്നുകൂടെ മനസ്സിലാക്കാവുന്ന ഒരു ലെവലിൽ തന്നെയാണ് ഇത് പോകുന്നത്. സോ ലെറ്റ്സ് വർക്ക് ഓൺ ദാറ്റ്. സോ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഗ്ലിംസും കൂടെ നോക്കാം. വാട്ട് ആർ വി ഗോയിങ് ടു സ്റ്റഡി? സോ വിൽ ഗോയിങ് ടു ലേൺ അബൌട്ട് സോളാർ എക്ലിപ്സ്, അതിൻ്റെ വ്യത്യാസം എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, വാട്ട് ഇസ് ദി അംബ്ര, വാട്ട് ഇസ് ദ പെനംബ്ര, ആൻഡ് വാട്ട് ഇസ് ദ സോളാർ ലൂണാർ എക്ലിപ്സിൻ്റെ വ്യത്യാസം എന്താണ്, എന്തുകൊണ്ടാണ് ഇത് എല്ലാ ദിവസവും നടക്കാത്തത്. സോ ഓൾ ദിസ് ക്വസ്റ്റ്യൻസ് എല്ലാ മാസവും, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തതിന് ശേഷം വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് റിഗാർഡിംഗ് ദ മൂണിൻ്റെ റൊട്ടേഷൻ, റെവല്യൂഷൻ, ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്. അതിൽ ക്രസ്റ്റ് കോറൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തെങ്കിലും ഇന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വി നീഡ് ടു ഹാവ് എ ക്ലിയർ ഐഡിയ, ബിക്കോസ് യു നീഡ് ടു നോ വാട്ട് ഇസ് ദി കോണ്ടിനെൻറ്റ് ഓറോജിനി. കോണ്ടിനെൻറ്റ് ഉണ്ട് ഇപ്പോഴത്തെ സൈഡിൽ, യു ക്യാൻ ചെക്ക് ഔട്ട് ദി കോണ്ടിനെൻറ്റ്സ് ഓൺ ദിസ് സൈഡ്. സോ ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ തിൻ ഏതാണ് എന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. ആൻഡ് ഓൾസോ നോ അബൌട്ട് ഓൾ ദിസ്, വാട്ട് ഇസ് ദിസ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി, മോറോവിക്, റെപ്പറ്റി, ഗുട്ടൻബർഗ്, ലീമൻ. നമ്മൾ കൂടുതലും ഇന്നർ കോറും ഈ ഒരു ഇതുകൊണ്ട് യു നീഡ് ടു ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ. ഇതെല്ലാം പരീക്ഷയ്ക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്കിതിൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ കേൾക്കുന്നത് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ്. അപ്പോൾ എന്താണ് ഈ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി, വാട്ട് ഇസ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി, ഹാവ് ദിസ് ക്ലാരിറ്റി, എന്തൊക്കെയാണ് മെയിൻ ലെയേഴ്സ്, ഏതൊക്കെയാണ് ക്രസ്റ്റ്, കോർ, മാന്റിൽ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വി നീഡ് ടു ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദ മെയിൻ ലെയർ, ക്രസ്റ്റ് ആണെങ്കിലും മാന്റിൽ ആണെങ്കിലും കോർ ആണെങ്കിലും വാട്ട്, ആൻഡ് എ ഫൈനൽ ബേസ് ഓഫ് വാട്ട് ദ ഡിസ്കണ്ടിന്യൂട്ടീസ് ആർ ഓൾ അബൌട്ട്. അതെന്താണ് ഒരു ഡിഫറെൻറ്റ് ലെയർ എന്ന് വിളിക്കാൻ കാരണം, വാട്ട് എക്സാക്ട്ലി ഇസ് ദാറ്റ്. ആൻഡ് ബാക്കി ഇന്റേണൽ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വി നീഡ് ടു ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ. ആൻഡ് ഓൾസോ ദ കോമ്പോസിഷൻ, മിനറൽസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിനറൽസ്, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ ഫോർമേഷൻ ആണെങ്കിൽ വി നീഡ് ടു ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ്, ടൈപ്പ് ഓഫ് റോക്ക്, ഇഗ്നിയസ് റോക്സ്, അതേപോലെ ഇൻട്രൂസീവ്, എക്സ്ട്രൂസീവ് റോക്സ് ഏതൊക്കെയാണ്, ഇപ്പോൾ ഗ്രാനൈറ്റ് ഏത് തരം റോക്കാണ്, അല്ലെങ്കിൽ മാഫിക് റോക്സ് എന്ന് പറയുന്ന എന്ത് കോമ്പോസിഷനാണ്. സോ വാട്ട് എക്സാക്ട്ലി സെഡിമെന്ററി റോക്സ്, സോ വാട്ട് ഈസ് യുവർ ഐഡിയ ഓൺ സെഡിമെന്ററി റോക്സ്. And also what do you mean by metamorphic rocks, how do you categorize that? So metamorphic rocks തന്നെ foliated rocks and non-foliated rocks ഉണ്ട്. And what do you mean by metamorphism and dynamic thermal contact regional metamorphism എന്ന് പറയുന്ന പ്രോസസ് എന്താണ്, what exactly is the cause and what exactly happens എന്നുള്ളതും we need to be very clear on that. different type of rocks ഉണ്ട്. ബാക്കിയുള്ള ഒറിജിനൽ റോക്കും പ്രധാനപ്പെട്ട കുറച്ച് റോക്കും എർത്ത് ക്വേക്കിൽ തന്നെ. This is the most important. എത്രയോ പ്രാവശ്യം they have asked this question from the earthquake section. പക്ഷെ നമ്മളിത് മറന്നു പോകും. P waves ആണെങ്കിലും S waves ആണെങ്കിലും L waves ആണെങ്കിലും റിയലി R waves ആണെങ്കിലും. സോ ഗെറ്റ് ഇറ്റ്. ഇതിൻ്റെ റാങ്കും ഇതിൻ്റെ ഓർഡറും എന്താണ്, ഇതിൻ്റെ ഇമേജും എന്താണ്, വാട്ട് എക്സാക്ട്ലി, വേർ ഇറ്റ് ട്രാവൽസ്, ഇതിൻ്റെ മോഷൻ, സ്പീഡ്, ഷാഡോ സോൺ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വി നീഡ് ടു ഹാവ് എൻ ഐഡിയ. അതിനുശേഷം വി നീഡ് ടു ഓൾസോ നോ അബൌട്ട് ദ ഷാഡോ സോൺ. ഷാഡോ സോണിൽ വി നീഡ് ടു നോ അബൌട്ട് ദ P ഷാഡോ സോൺ ആസ് വെൽ ആസ് ദി S ഷാഡോ സോൺ. സോ all these things are in the NCERT itself. നമ്മളത് ഈ ഒരു ഏരിയയിൽ പരീക്ഷ ലെവലിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എർത്ത് വരെ നമ്മളിത് നോക്കി വെക്കുന്നത് നല്ലതാണ്. സോ ഇത്രയും കാര്യങ്ങൾ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ദാറ്റ് വി നീഡ് ടു ബി ഡിസ്കസിങ് ടുഡേ. ഇത് പഠിക്കുമ്പോൾ സത്യം പറഞ്ഞ റിവിഷൻ എന്ന രീതിയിൽ എൻ്റെ കൂടെ ഇത് വായിച്ചു പോയാൽ തന്നെ ഇറ്റ് ഈസ് ദ വർത്ത് ദ ടൈം. എനിവേ യു ആർ സ്പെൻഡിങ് 1 hour ടു വാച്ച് ദിസ് വീഡിയോ. 1 മണിക്കൂറിൽ യു നീഡ് ടു ലേൺ ഓൾ ദോസ് തിങ്സ്. ഇത് വളരെ ക്ലീൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറെ വന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ്സ് ക്ലിയർ. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി
കോണ്ടന്റ് വൺ ബൈ വൺ സ്ലോലി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സോ ലെറ്റ്സ് കീപ്പ് എ പേസ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്നൊരു ലെവലിലും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ലെറ്റ് മീ ഓൾസോ റിമൈൻഡ് യു ദറ്റ് ഇത് ഓൾറെഡി അറിയാമെന്നൊരു ലെവലിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോളാർ എക്ലിപ്സ്. സോ ഒബ്വിയസ്ലി നമുക്ക് എത്രയോ ചെറിയ ക്ലാസ്സുകളിൽ വി ഹാവ് ഓൾ ലേൺഡ് അബൌട്ട് ദിസ് കോൺസെപ്റ്റ് കോൾ സോളാർ എക്ലിപ്സ്. പക്ഷേ UPSCക്ക് വെൻ യു ടോക്ക് അബൌട്ട് ഫ്രം എ PYQ പെർസ്പെക്റ്റീവ് യു നീഡ് ടു ബി വെരി ക്ലിയർ ഓൺ ദിസ്. വാട്ട് എക്സാക്ട്ലി ആർ വി ലേണിംഗ്? So solar eclipse line we need to know, obviously there is a sun, there is a moon and there is the earth. ഈ മൂന്ന് കോമ്പണൻസ് എന്തായാലും എക്ലിപ്സ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും വരുന്നുണ്ട്. സോ ഐദർ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വി ഹാവ് ദ സൺ ഓൺ ദി എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ് യു ഹാവ് ദ സൺ. ഈ രണ്ട് സൈഡിൽ സണ്ണ് കഴിഞ്ഞാൽ നമുക്ക് പ്രധാന പ്രശ്നം സോളാർ എക്ലിപ്സിലും ലൂണാർ എക്ലിപ്സിലും കൺഫ്യൂഷൻ വരുന്നുണ്ട് ആൾക്കാർക്ക്. ഇത് എവിടെയാണ്? ഇത് സാധാരണ ആസ്പിരൻറ്റിൻ്റെ ലെവലിൽ ദർ ഇസ് എ ബിഗ് കൺഫ്യൂഷൻ വെദർ ഏതാണ് ആദ്യം വരുന്നതെന്നൊരു കൺഫ്യൂഷൻ വരും. സോ ഓൾവേസ് ഇമാജിൻ സൺ ഇപ്പുറത്തെ സൈഡിലാണെന്ന് ഓർക്കാൻ എളുപ്പത്തിൽ ഓർത്ത് വെക്കുക. ഇപ്പുറത്തെ സൈഡിൽ സോളാർ എക്ലിപ്സ് ആയതുകൊണ്ട് മൂൺ ഇപ്പുറത്തെ സൈഡിലും എർത്ത് ഇപ്പുറത്തെ സൈഡിലുമാണ്. സോ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് മൂണിൻ്റെ ഓർബിറ്റ് എന്ന് പറയുന്നത്. പ്ലീസ് റിമെമ്പർ ദിസ് ഇസ് കോൾഡ് ദ മൂൺസ് ഓർബിറ്റ്. ഈ ഓർബിറ്റ് കണ്ടോ, മൂൺ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും. കുറച്ച് കഴിയുമ്പോൾ ലൂണർ എക്ലിപ്സ് ആകുമ്പോൾ മൂൺ ഈ സൈഡിൽ വരും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ആദ്യം എർത്തും സണ്ണും എർത്തും ഉണ്ടെന്ന് മാത്രം എളുപ്പത്തിന് മറന്നു പോകാതിരിക്കാൻ വേണ്ടി സണ്ണും എർത്തും എക്ലിപ്സിലുണ്ട്. ഇത് ക്ലിയർ ആണല്ലോ? സണ്ണും എർത്തും ഉണ്ട്. ഇത് കോൺസ്റ്റന്റ് ആണ്. മൂണിന്റെ പൊസിഷൻ സോളാറിൽ സണ്ണിന്റെ അടുത്തേക്കും ലൂണാറിൽ മൂൺ അപ്പുറത്തെ സൈഡിലേക്കും പോകും. സോ ഓൺ ദ ലൂണാർ എക്ലിപ്സ് ദി അപ്പുറത്തെ സൈഡിലാണ്, സോളാർ എക്ലിപ്സിൽ സണ്ണിന്റെ അടുത്താണ്. ഇങ്ങനത്തെ കുറച്ച് കീവേഡൊക്കെ ഉപയോഗിച്ചാൽ ഇതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഞാൻ അൾട്ടിമേറ്റ്ലി കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ പോലും ഐ എം ആക്ച്വലി ടെലിംഗ് യു ഫ്രം എ മച്ച് മോർ സിംപ്ലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ഇത് പെട്ടെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഏറ്റവും എളുപ്പ വഴി. Okay, so please understand there is some concept called total eclipse, partial eclipse, and there is even a concept called as umbra and penumbra. You can take a look at this. This umbra nu parayna ee area, penumbra nu parayna aa area. So what exactly is this area? Ee area lighting inde area aanu nammal ivide ettavum koodal മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അത് തന്നെയാണ്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സൺ, മൂൺ, എർത്ത്. സോ ഒബ്വിയസ്ലി നോ ദർ ഇസ് എ സൺ ആൻഡ് ദർ ഇസ് എ എർത്ത്. മൂണിന്റെ പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ. ദ സൺ ഈസ് ഷൈനിങ് ടുവേർഡ്സ് ദി എർത്ത്. എർത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ദ മൂൺ കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത്. ഈ എർത്തിന്റെ നടുക്ക് മൂൺ കയറി വരുന്നതുകൊണ്ടാണ് സൺറേസ് മുഴുവൻ ചിലപ്പോൾ എർത്തിലേക്ക് വരണം എന്നില്ല. ഇതിവിടെ ആക്ച്വലി ബ്ലോക്ക് ആവുമല്ലോ, ഒരു ആൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. When this happens, the moon blocks some or all of the sunlight reaching the earth. Just imagine there is a block here. So the rays which are supposed to reach earth is getting blocked and they are not coming. ഈ പറയുന്ന ഈ മൂൺ ഇവിടെ സണ്ണിനെ എർത്തിനെ ബ്ലോക്ക് ചെയ്ത് സൺ റേസിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് ദിസ് തിങ് ഇസ് കോൾഡ് സോളാർ എക്ലിപ്സ്. പലപ്പോഴും നമുക്ക് ചോദ്യം വരുമ്പോൾ വി ഫോർഗെറ്റ് അബൌട്ട് ദിസ് കോൺസെപ്റ്റ്. സോ അണ്ടർസ്റ്റാൻഡ്, ഈ എർത്ത് മൂൺ ബ്ലോക്ക് ചെയ്യുന്നതാണ് സോളാർ എക്ലിപ്സ്. സോ ഹാവ് എ വെരി ക്ലിയർ ഐഡിയ ഓൺ ദാറ്റ്. ഇത് സിമ്പിളാണ്. മൂൺ ക്രിയേറ്റ് ഇത് വരുമ്പോൾ സമയത്ത് മൂൺ ക്രിയേറ്റ് 2 types ഓഫ് ഷാഡോ. ഈ 2 ഷാഡോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺ ഇസ് കോൾഡ് ദി അംബ്ര. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. മൂൺ ഇവിടെ വരുന്നൊരു ഷാഡോ എർത്തിന്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ പെനംബ്ര. സോ വൈ ഇസ് ദിസ് കോൾഡ് ദി അംബ്ര ആൻഡ് പെനംബ്ര? അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അംബ്ര ഇസ് ദ ഡാർക്ക് സെൻറ്റർ ഷാഡോ. You can take a look at this picture. Umbra is the dark circle. Umbra is the dark circle, and you are in this area. Moon completely blocks the sun. Your area moon is actually completely blocking the earth. It's completely blocking the earth, and that is why our sametha you can see you will see a total solar eclipse. The sun goes completely dark for a few minutes. Other is also to be noted, because sun completely goes dark for some times. So umbra ilana adu nokkandad, and there is penumbra which is lighter outer shadow. So umbra is the center shadow. Umbra is the center shadow. Penumbra is the outer one. So always remember, umbra means center, penumbra means the outer part. I think this is clear. If you are in this area, only part of the sun is blocked, you will see a partial solar eclipse. Sun looks like a bite. So in umbra it goes completely dark. Penumbra is the outer portion ഉള്ളത്. ആ 2 കാറ്റഗറി ഇൻ സെന്റർ ആൻഡ് ഔട്ടർ എന്ന് പറയുന്ന പോയിന്റ് ഹാവ് എ ക്ലാരിറ്റി ഓൺ ദാറ്റ്. ഐ തിങ്ക് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ നമുക്ക് വൈ ഡോണ്ട് വി സീ ദിസ് സോളാർ എക്ലിപ്സ് ഓൺ എവറി ഡേ? യു നോ, ഈവൻ ദോ ദ എർത്ത് ഓർബിറ്റ്സ് മൂവ് എവറി മന്ത്, എർത്തിന്റെ ഓർബിറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓർബിറ്റ് ഇസ് സ്ലൈറ്റ്ലി ടിൽറ്റഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റിമെമ്പർ, ദി ഓർബിറ്റ് ഓഫ് ദ മൂൺ
is slightly tilted. The orbit of the moon is slightly tilted. So most of the time moon passes above or below the sun from our view. It goes below or above our view. So no eclipse. ഇത് മറയുന്നില്ല. It goes below or above the earth. It goes below or above the sun from our view. So no eclipse. Only when sun, everything lines up just like ഇതിങ്ങനെ ലൈൻ ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത് മോസ്റ്റ് ഓഫൺ. സോ വൺ സിമ്പിൾ റീസൺ ഇസ് ബിക്കോസ് ദ മൂൺസ് ഓർബിറ്റ് ഇസ് ടിൽറ്റഡ്. ഇത് ടിൽറ്റ് ഉള്ളതുകൊണ്ടാണ് താഴെ അടിക്കൂടെയൊക്കെ പോകുന്നത് നമ്മുടെ വ്യൂന്ന്. അതുകൊണ്ട് ദർ ഇസ് നോ എക്ലിപ്സ് സംടൈംസ്. അതുകൊണ്ട് എല്ലാ മാസം ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പോയിന്റ് ഓർത്ത് വെക്കുക. നൗ മൂവിംഗ് ഓൺ ക്വിക്ലി ടു ദ കോൺസെപ്റ്റ് ഓഫ് ലൂണാർ എക്ലിപ്സ്. Let's move to the concept of lunar eclipse. And always remember, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ there are two important factors. Sun is already there, earth is already there. മൂണിൻ്റെ ഓർബിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ബട്ട് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നേരത്തെ സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് സണ്ണ് സോളാർ എന്ന് പറയുമ്പോൾ സണ്ണിനും എർത്തിൻ്റെ ഇടയിൽ മൂൺ വന്ന് ബ്ലോക്ക് ചെയ്യണം. അതുകൊണ്ടാണ് സോളാർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നിയർ ടു ദ സൺ. ബട്ട് നൗ ഇറ്റ് ഇസ് ലൂണാർ. ദറ്റ് മീൻസ് സൺ ഇസ് നോട്ട് ഹിയർ, സൺ ഇസ് അറ്റ് ദിസ് ടൈം, മൂൺ ഇസ് അറ്റ് ദിസ് പോയിന്റ്. The moon has shifted from left to ഇപ്പത്തെ സൈഡിൽ ഓർക്കാൻ കൺവീനിയൻസ്ലി യു ക്യാൻ റിമെമ്പർ ഇറ്റ് ഷിഫ്റ്റഡ് ടു ദ റൈറ്റ് സൈഡ്. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ദാറ്റ് ഈസ് ലൂണാർ എക്ലിപ്സ്. And you can take the definition also. When the sun shines light on the earth is in the middle between the sun and the moon. The earth blocks sunlight from reaching the moon. That causes a shadow to fall on the moon. That is the most important point here. Sadharana, when sun rays comes inside, earth is in between the moon. So moon is not getting the sunlight. So that means there is a shadow. There is a concept of the earth blocks sunlight from reaching the moon. This causes shadow to fall on the moon. That's a lunar eclipse. ഇവിടെയും അംബ്രയുണ്ട്, പെനംബ്രയുണ്ട്. അംബ്ര means the center, penumbra means the outer. ഇത് വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. If moon passes into this shadow, we can see a total lunar eclipse. അവിടെയാണ് നമ്മൾ ബ്ലഡ് മൂൺ എന്നൊക്കെ പറയുന്നത്. മൂൺ പാസസ് ഇൻ ടു ദിസ് ഷാഡോ. അപ്പോൾ ഈ ഷാഡോ റീജിയൻ കണ്ടോ, ദിസ് ഇസ് ദി അംബ്ര റീജിയൻ. ദിസ് ഇസ് ദി അംബ്ര റീജിയൻ. ഇഫ് മൂൺ പാസസ് ഇൻ ടു ദിസ് വൺ, if moon passes into the umbra region, it becomes a blood moon. And if moon is only partly in this area, we see a partial lunar eclipse, just like moon gets dark. So ആ ഒരു പോയിന്റ് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ആൻഡ് എന്തുകൊണ്ട് എല്ലാ മാസവും ലൂണാർ എക്ലിപ്സ് നടക്കുന്നില്ല? ബിക്കോസ് ദ മൂൺ ഓർബിറ്റ്സ് ദ എർത്ത് എവറി മന്ത്. ഇറ്റ്സ് പാർട്ട് ഇസ് ബിറ്റ് ടിൽറ്റഡ്. So most of the time moon passes above or below the earth's shadow. So that is why ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. So this is the most important part of solar eclipse, lunar eclipse. Next time prelims ഒരു question വരികയാണെങ്കിൽ you should be very thorough about the concept. I think this is easy to remember this. If you can remember from this perspective, it sounds very easy. അത് അങ്ങനെ ഈസി ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി അത്. ഓക്കെ, മൂവിങ് ഓൺ നെക്സ്റ്റ് കോൺസെപ്റ്റ്. അടുത്തത് പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, പക്ഷേ പലപ്പോഴും നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. ദിസ് ഇസ് എ ഫാന്റാസ്റ്റിക് ഇമേജ് ആൻഡ് ദിസ് ഇമേജ് ഷോസ് വെരി ക്ലിയർലി. നമുക്ക് സൺ ഇവിടെ ഉണ്ട്. വി ഹാവ് ദ സൺ അറ്റ് ദിസ് പോയിന്റ് and you have the moon and you have the earth and the moon. So ഈ മൂന്ന് ലൈനിൽ നിൽക്കുമ്പോൾ you know that sun is the bigger entity. Sun is the bigger one and earth ഉം മൂണും തമ്മിൽ it's actually earth and moon are very near. So very near in the sense ഈ പടത്തിൽ it looks very near. And you can see rotation means ഈ arrow ഇട്ടിട്ടുണ്ട്. From ഈ arrow ഇട്ടിട്ടുണ്ട്. ഈ arrowയിൽ this is rotation. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വരുന്നതാണ് rotation. But revolution means it has to come this long way. It has to come this long way and come back. So obviously you know which is the largest or the longest path here. This becomes the longest path and that is obviously why it is the revolution. And നമ്മൾ ഇത്രയും ഒരു വർഷം എടുക്കുന്നു എന്ന് പറയുന്നത് മറ്റേത് 24 hours എടുക്കാൻ കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈ ആക്സസിലൂടെ കറങ്ങി തിരിഞ്ഞ് വന്നാൽ മതി. ഇറ്റ് കംസ് ത്രൂ ദാറ്റ് 24 hours ഇത് തിരിഞ്ഞിങ്ങനെ വന്നാൽ മതി. ബട്ട് ദാറ്റ് ഇറ്റ് ടേക്സ് ഈ ഒരു പടം ഓർത്താൽ മതി. So please check out this. ഇത് കൺഫ്യൂഷൻ ആവാതെ ഓർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റണം. So rotation means spinning around an axis. Imagine that spinning a top. Just like that earth spins around its own axis. And the earth rotates from west to east. This is a question. This can be a potential question. Direction ചോദിച്ചാൽ earth rotates. ഈ പടം ഓർത്ത് വെച്ചാൽ remember this image. Always remember this. The earth rotates from west to east. Our directionally it is going. So I think you can very easily have a clarity on that. And the earth rotates. It completes one full spin in 24 hours. This is what causes day and night. അപ്പോൾ റൊട്ടേഷൻ ആണ് നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്ത് വെക്കുന്നത്. When your side of the earth faces sun, there is day. When your side faces the sun, there is night.
very pretty simple basics. And this is rotation. So please understand, rotation means spinning around its own axis 24 hours, 1 day, west to... Hi, hello aspirants. To watch this full video, download IAS Factor app. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് IAS Factor ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ വീഡിയോസും കാണാം. കാരണം റിവിഷൻ ചെറിയൊരു കാര്യമല്ല, സോ ഡു നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. സോ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2025 ബാച്ച് എന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ പ്ലീസ് ഡു വാച്ച്. റീസ്റ്റാർട്ട് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ക്ലാസ്സും അതിനകത്ത് കാണാൻ പറ്റും. സോ ഹാപ്പി പ്രിപ്പറേഷൻ.